പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ആഘോഷിക്കുന്ന ഒരു സാധാരണ ദിനമല്ല. ഇത് മരണത്തെ തോൽപ്പിച്ച ദിനം. ഇത് അന്ധകാരത്തെ കീഴടക്കിയ വെളിച്ചത്തിന്റെ ദിനം. ഇത് നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ മഹത്വ ദിനമാണ്. ഈസ്റ്റർ ഒരു ആഘോഷം മാത്രമല്ല, ഇതൊരു വിജയം കൂടിയാണ്. ഇതൊരു പ്രതീക്ഷയുടെ സന്ദേശമാണ്. ഇതൊരു പുതിയ ജീവിതത്തിന്റെ ആരംഭമാണ്. സഹോദരങ്ങളെ, യേശു ക്രൂശിൽ മരിച്ചു. അവനെ ശവകുടീരത്തിൽ വെച്ചു. എല്ലാം അവസാനിച്ചു എന്ന് എല്ലാവരും വിചാരിച്ചു. പക്ഷേ 3-ാം ദിവസം കല്ലറ ശൂന്യമായി. അതൊരു സാധാരണ സംഭവമല്ല. അത് ലോകത്തിന്റെ ചരിത്രം മാറ്റിയ സംഭവമാണ്. ശൂന്യമായ കല്ലറ നമ്മളോട് പറയുന്നത് മരണം അവസാനമല്ല, പ്രതീക്ഷ നഷ്ടമാകില്ല, ദൈവത്തിന്റെ വാഗ്ദാനം ഒരിക്കലും പരാജയപ്പെടില്ല. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില കല്ലറകൾ ഉണ്ടാകാം. തകർന്ന സ്വപ്നങ്ങൾ, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, നിരാശയും ഭയവും. പക്ഷെ ഈസ്റ്റർ നമ്മളോട് പറയുന്നത് ദൈവം അതിൽ നിന്ന് പോലും പുതിയ ജീവൻ സൃഷ്ടിക്കും. യേശു ഉയർത്തെഴുന്നേറ്റ ഒരു അത്ഭുതം മാത്രമല്ല, അത് നമ്മുടെ ജീവിതത്തിന് ഒരു ഉറപ്പാണ്. എന്തിന്റെ ഉറപ്പാണെന്നറിയുമോ? പാപത്തിന്മേലുള്ള വിജയം, മരണത്തിന്മേലുള്ള വിജയം, ശത്രുവിന്റെ മേലുള്ള വിജയം. റോമർ 6-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് ഇനി അവൻ മരിക്കുകയില്ല. അതായത് നമ്മുടെയും ജീവിതത്തിൽ പുതിയ തുടക്കം സാധ്യമാണ്. നിങ്ങൾ എത്ര തവണ വീണാലും ദൈവം പറയുന്നു, ഞാൻ നിന്നെ ഉയർത്തും. ഈസ്റ്റർ നമ്മളോട് ചോദിക്കുന്നു, നീയും ഉയർത്തെഴുന്നേൽക്കുമോ? പാപത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പ്, പഴയ ജീവിതത്തിൽ നിന്നും പുതിയ ജീവിതത്തിലേക്കുള്ള മാറ്റം, നിരാശയിൽ നിന്നും പ്രതീക്ഷയിലേക്ക് തിരിച്ചു വരിക. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ആരെങ്കിലും ക്രിസ്തുവിൽ ആകുന്നെങ്കിൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ഇന്ന് ദൈവം നമ്മോട് പറയുന്നു, പഴയതെല്ലാം കഴിഞ്ഞു, പുതുതായി നിങ്ങൾ ആരംഭിക്കൂ. സഹോദരങ്ങളെ, യേശു ഉയർത്തെഴുന്നേറ്റത് ചരിത്രത്തിൽ മാത്രമല്ല, അവൻ ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. നിങ്ങൾ അവനെ അനുഭവിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കണ്ണുനീർ തുടച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഹൃദയം ശാന്തമാക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതം മാറ്റിയിട്ടുണ്ടോ? ഈസ്റ്റർ ഒരു കഥയല്ല, അതൊരു ജീവിക്കുന്ന സത്യമാണ്. നാം ഈസ്റ്റർ ആഘോഷിക്കുന്നത് മാത്രം മതിയല്ല, ഈസ്റ്ററിൽ ജീവിക്കണം. ഇതെങ്ങനെ സാധ്യമാകും? നിങ്ങൾ പരസ്പരം സ്നേഹത്തോടെ ജീവിക്കുക, ക്ഷമയോടെ ജീവിക്കുക, വിശ്വാസത്തോടെ ജീവിക്കുക, പ്രതീക്ഷ നൽകുന്ന ആളുകളായി മാറുക. യേശു ജീവിക്കുന്നു, അതുകൊണ്ട് നമുക്കും ജീവിക്കാം. പ്രിയരെ, ഈസ്റ്റർ നമ്മളോട് പറയുന്ന ഏറ്റവും വലിയ സത്യം, ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. മരണം ജയിച്ചു, ഇരുട്ട് നീങ്ങി, പ്രതീക്ഷ പിറന്നു. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും ഈസ്റ്റർ നിങ്ങളോട് പറയുന്നു, നിന്റെ ജീവിതത്തിലും ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകും. സ്വർഗീയ പിതാവേ, ഈ മഹത്തായ ഈസ്റ്റർ ദിനത്തിൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. മരണത്തെ ജയിച്ച യേശുവിന് മഹത്വം. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മരിച്ച ഭാഗങ്ങളും നിന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾക്ക് പുതിയ പ്രതീക്ഷയും പുതിയ വിശ്വാസവും നീ നൽകണമേ. ഞങ്ങളെ ഈസ്റ്റർ സാക്ഷികളായി മാറ്റണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ.